എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്ന് വ്യത്യസ്തമായി നമ്മൾ ഇനി നാളെയും മറ്റന്നാളും ലൈവ് ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഞായറാഴ്ച കോഴിക്കോട് കോഴിക്കോട് വെച്ച് നമുക്ക് കാണാം. പോകുന്നതിന് മുമ്പായി ബാക്കി എല്ലാവർക്കും വേണ്ടി ഇന്ന് നാളെ ക്ലാസ് എടുക്കാൻ പറ്റില്ല, മറ്റൊന്നും പറ്റില്ല, തിങ്കളാഴ്ചയും പറ്റില്ല, 3 ദിവസം പറ്റില്ല. തിങ്കളാഴ്ച ഈ സമയത്ത് ഫ്ലൈറ്റിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ക്ലാസ്സുകൾ 2 ദിവസം ബ്രേക്ക് ആയിരിക്കും എന്തായാലും. ഓക്കെ, അപ്പൊ എല്ലാവരും സന്തോഷമായിരിക്കുന്നു അല്ലേ? വരുന്നവരൊക്കെ വരാൻ തയ്യാറായിരിക്കുക. വരാത്തവർ വരാൻ പറ്റാത്തതിന്റെ സങ്കടം എന്തായാലും വേണ്ട, സന്തോഷത്തിൽ നിന്നിരിക്കുക. സങ്കടം നിൽക്കണ്ട, വരാൻ പറ്റാത്തതിന് സങ്കടമൊന്നും ആർക്കും വേണ്ട. അടുത്ത പരിപാടിക്ക് വരാം, നോ പ്രോബ്ലം. ഇങ്ങനെ നമ്മളിങ്ങനെ പരിപാടി വന്നുകൊണ്ടിരിക്കുമല്ലോ. അതുകൊണ്ട് ഇവിടെ കോഴിക്കോട് ഇല്ലെങ്കിൽ അടുത്ത കൊച്ചി, അല്ലെങ്കിൽ തൃശ്ശൂർ, അല്ലെങ്കിൽ തിരുവനന്തപുരം, അല്ലെങ്കിൽ ദുബായ്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റു സ്ഥലത്തെ കുറിച്ച് അങ്ങോട്ട് എങ്ങനെയായാലും കുഴപ്പമില്ല. ക്ലാസ് നമുക്ക് നടന്നുകൊണ്ടേയിരിക്കും. ബാക്കി റെഡി ആയിരിക്കുക. പിന്നെ ഹാപ്പിനെസ് പറയാനുള്ളവർക്ക് ഇന്ന് ചാൻസ് തരുന്നില്ല, അടുത്ത ക്ലാസ്സിൽ പറയാം. കാരണം സമയമില്ല. നമുക്കിത് കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് കോഴിക്കോട് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്കൊരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ ഹാപ്പിനെസ് ട്രസ്റ്റിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. നമ്മൾ ഔദ്യോഗികമായിട്ട് നമ്മളെ ട്രസ്റ്റ് മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യാണല്ലോ അല്ലേ, കോഴിക്കോട് വെച്ച്. അപ്പൊ അതിന്റെ ഭാരവാഹികളൊക്കെ ഞാൻ തെരഞ്ഞെടുത്തു. അവരെല്ലാം കൂടി മറ്റന്നാളത് വെരി ഗുഡ്. ഓക്കെ, ഫൈൻ. അപ്പൊ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, തുടർ ദിവസങ്ങൾ സംസാരിക്കാൻ കൂടുതലായിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ ഇന്ന് എല്ലാവരും മറന്നുപോയി അല്ലെ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയൊക്കെ എല്ലാം മറന്നുപോയി. കാലം മാറുന്നതനുസരിച്ച് നമ്മൾ പലതും വിസ്മൃതിയിലാണ്ടു പോകുമെന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയൊക്കെ എല്ലാവരും മറന്നു പോകുന്നു അല്ലെ? ഏറ്റവും കൂടുതൽ നമ്മളായി നിലനിർത്തുന്നത്, ഇങ്ങനെ എന്താ പറയാ, നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്, നമുക്കൊക്കെ വായി തോന്നിയതൊക്കെ പറയാൻ പറ്റുന്നത് ഒക്കെ ഒരു കാരണമുണ്ടല്ലോ അല്ലെ? അല്ലെങ്കിൽ എന്തെന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഉയർത്തിയത് ഈ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്ന സ്വാതന്ത്ര്യം അല്ലേ? സ്വാതന്ത്ര്യമാണ് അമൃതം എന്ന രീതിയിൽ. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്? ഇന്ന് രാവിലെ അതുപോലെ തന്നെ നമ്മുടെ രാമായണ പാരായണ മാസം മറ്റന്നാൾ ചെയ്യേണ്ടത് ഇന്ന് തന്നെ തീർത്ത് നമ്മൾ സമർപ്പിക്കുകയുണ്ടായി. അപ്പോഴും രാവിലെ പറയുകയുണ്ടായി എന്തിനാണ് ഈ രാമായണവും മഹാഭാരതവും അതുപോലെ മഹത് ഗ്രന്ഥങ്ങൾ, ഖുർആൻ, ബൈബിളൊക്കെ മഹത് ഗ്രന്ഥങ്ങൾ നമ്മൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അതിന്റെ ഗുണങ്ങൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് എന്നൊക്കെ രാവിലെ ഒന്ന് ചെറിയതായിട്ടൊരു പറയുണ്ടായി. അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്ക് ഇന്ന് ഈ സന്ധ്യയിൽ നമുക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ജീവിതത്തിന്റെ വിജയം എന്ന വാക്കിന്റെ അർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിത വിജയം എന്ന് പറയുന്ന ആ അടിസ്ഥാന തത്വം ഏതിലൂന്നിയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമുക്കത് ഉള്ളത് കൊണ്ട് നമുക്കത് അറിയുന്നില്ല എന്നുള്ള സത്യമല്ലേ നമുക്കുള്ളത്. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്, നമ്മൾ സക്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിജയം എന്ന് പറയുന്നത്, യെസ്, എല്ലാം കുറച്ചൊന്ന് ശ്രദ്ധിക്കൂട്ടോ. ഇന്നത്തെ വെറുതെ ടെക്നിക്ക് പറഞ്ഞു പോകുന്ന ക്ലാസ് അല്ല. മനസ്സിന്റെ പരിവർത്തനത്തിന്, മനസ്സിന്റെ മാറ്റത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്ന കാര്യം. കാരണം പലരും ഇത് അടിയറ വെച്ചു പോയിട്ടാണ് ജീവിതം അങ്ങനെ ആവുന്നത് എന്ന സത്യം കൂടി അറിയണം. പല ആൾക്കാരും, ആണായാലും പെണ്ണായാലും, ഭാര്യയായാലും ഭർത്താവായാലും, മകനായാലും മകളായാലും, അച്ഛനായാലും അമ്മയായാലും, എന്താ പറയാ, ഗ്രാൻഡ് മദർ ആയാലും ഗ്രാൻഡ് ഫാദർ ആയി കഴിഞ്ഞാലും, അത് ഏത് രൂപത്തിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ എവിടെയൊക്കെയോ വെച്ച് ഈ സാധനത്തെ നമ്മളായിട്ട് കളഞ്ഞു കുളിക്കുമ്പോഴാണ് നമുക്ക് മറ്റ് ശക്തികൾ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ, മറ്റ് വ്യക്തികൾ നമ്മളിലേക്ക് യുദ്ധം പ്രഖ്യാപിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? നമ്മളിലേക്ക് മറ്റാൾക്കാർ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള പ്രധാന കാരണം എന്തായിരിക്കും? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മുകളിൽ യുദ്ധം പ്രഖ്യാപിക്കാറുള്ളത്? ഒന്ന് കാരണങ്ങൾ പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയുമോ നോക്കട്ടെ. എത്ര പേർക്ക് അറിയുമോ നോക്കട്ടെ. എന്തൊക്കെയായിരിക്കും കാരണം? അത് നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. ഒന്ന് ശ്രമം നടത്തി നോക്കാം. എത്ര വരുന്നു നോക്കട്ടെ. എത്ര പേർക്ക് ആ യഥാർത്ഥ ഇത് വരുന്നു നോക്കട്ടെ.
വെൽത്തുള്ള രാജ്യങ്ങളെ വെൽത്ത് ഇല്ലാത്ത രാജ്യങ്ങൾ ആക്രമിച്ചതായിട്ട് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? വെൽത്തുള്ള രാജ്യത്തെ ഏതെങ്കിലും വെൽത്ത് ഇല്ലാത്ത രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിട്ട് അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ടോ? അപ്പൊ വെൽത്ത് ഒരു ഘടകമായിരിക്കും. ആ, കൂട്ടായ്മയില്ലാതെ ദുർബലമായിരിക്കും. രാജ്യം ദുർബലപ്പെടുമ്പോൾ, സംതൃപ്തി ഇല്ലാതിരിക്കുമ്പോൾ, യെസ്, ആർക്കാ? ആ രാജ്യത്തിന്റെ ആൾക്കാർ, യെസ്, ദുർബലമായി. എപ്പോഴാണ് ദുർബലമാവുന്നത്? ദുർബലമാവുന്നത് എപ്പോഴാണ്? ഒരു രാജ്യം ദുർബലമാവുന്നത് എപ്പോഴാണ്? അല്ല, രാജ്യം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സ് ആണ്. അത് ഛിന്ന ഭിന്നമാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഐക്യം നഷ്ടപ്പെടുമ്പോഴല്ലേ ദുർബലമാകുന്നത്. നമ്മൾ സംതൃപ്തി ഇല്ലായിരിക്കും. ആർക്കാ? ജനങ്ങൾ സംതൃപ്തി ഇല്ലായിരിക്കുമ്പോഴാണ് അവർ പരസ്പരം വിഘടിക്കുന്നത്. ഒരു കൂട്ടായ്മ കൊണ്ട് നടക്കുമ്പോൾ അവർ സംതൃപ്തി ഇല്ലെങ്കിൽ അവർ വിഘടിക്കും. വിഘടിക്കുമ്പോഴാണ് ആഭ്യന്തര കലഹം, അത് മറ്റൊരു രാജ്യത്തിൽ ആഭ്യന്തര കലഹമായി മാറുന്നത്. അതുപോലെ തന്നെ ഒരു രാജ്യം രണ്ട് രീതിയിലല്ലേ നമുക്ക് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെ? ഒന്ന് ആഭ്യന്തരമായിട്ടും ഒന്ന് പുറത്തുള്ളതുമായി. നമ്മൾ ഈ രണ്ടും ഫേസ് ചെയ്യുന്നുണ്ടോ? ആഭ്യന്തര യുദ്ധം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടോ? വ്യക്തിപരമായിട്ട് എടുത്തു നോക്ക്. ഒന്ന് സ്വാതന്ത്ര്യത്തെ മാറ്റി വെച്ച് എടുക്കാം. ആഭ്യന്തരമായ യുദ്ധം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടോ? ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. യെസ് ഓർ നോ പറഞ്ഞു നോക്കി. ഒന്ന് ആലോചിച്ച് ടൈപ്പ് ചെയ്തൊക്കെ. നിങ്ങൾ ഉള്ളവരെ കാര്യം, ആഭ്യന്തരമായ യുദ്ധം ഉള്ളവരെ കാര്യമാണ്. ആഭ്യന്തര യുദ്ധം ഒരു വലിയ ഘടകമാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ഒരു രാജ്യമായാലും വ്യക്തിയായാലും അനുഭവിക്കുന്ന യഥാർത്ഥ വിഷയം ഒന്ന് തന്നെയാണ്. ഈ എന്താ രസം, ആഭ്യന്തര യുദ്ധം ആർക്കും ഇപ്പൊ ഉണ്ടാവുന്നില്ലെന്ന് പറയാണ്. ഞാൻ എസ് എന്ന് ഉദ്ദേശിച്ച് ചോദിച്ച ചോദ്യമൊക്കെ എനിക്ക് തന്നെ വിനയായി മാറിയോ? ക്ലാസ്സിൽ കയറിയതിനു ശേഷം ആർക്കും ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, സംതൃപ്തി. എല്ലാവരും സംതൃപ്തിയിലാണോ? നിങ്ങൾ എല്ലാവരും സംതൃപ്തിയിലാണോ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. യെസ് ഓർ നോ. പറട്ടെ. ഷീല, കൈ ഒന്ന് മാറ്റി നോക്കിയേ. അവിടെ തന്നെ പിടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല, മാറ്റി വെക്കാം. ഒന്ന് ടൈപ്പ് ചെയ്തേ. പറട്ടെ. രണ്ട് കൈ എടുത്ത് വെച്ച് ഫോണിന്റെ അടുത്തേക്ക് ഇരിക്കട്ടെ. യെസ് യെസ് യെസ്. എല്ലാവരും സംതൃപ്തിയിലായി. താങ്ക് യു. പിന്നെ ഇതിനേക്കാളൊക്കെ എനിക്ക് എന്താ വേണ്ട ഞാനിവിടെ ക്ലാസ് എടുക്കുന്നു, അല്ലേ? നോ പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ഇങ്ങോട്ട് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. എല്ലാവരും യെസ് ആണ്, പിന്നെ ഞാൻ സംസാരിച്ചിട്ടേ കാര്യമില്ലല്ലോ, അല്ലേ? യെസ്, താങ്ക് യു. പിന്നെ ഞാൻ പറയാൻ പോകുന്ന വിഷയം, നമ്മുടെ ജീവിതത്തിൽ വിജയം എന്ന വാക്കിന് പലർക്കും പല അർത്ഥങ്ങളാണുള്ളത്. ചിലർക്കത് ഒരു ചെറിയ വീട്, അല്ലെങ്കിൽ വലിയ വീട്, ഉയർന്ന സ്ഥാനം, അല്ലെങ്കിൽ ചെറിയ സ്ഥാനം, വലിയ ബാങ്ക് ബാലൻസ്, അല്ലെങ്കിൽ ചെറിയ ഒരു ബാങ്ക് ബാലൻസ്, ഇതെല്ലാം എല്ലാവർക്കും നമുക്കറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം ഉണ്ടായിട്ട് പോലും, ഇതെല്ലാം ഉള്ളവനും ഇല്ലാത്തവന്റെയും യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത്, മനസ്സിൽ സന്തോഷമില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്വയം ഭയമില്ലാതെ ചിന്തിക്കാനും തീരുമാനം എടുക്കാനും കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ സംതൃപ്തപ്പെട്ടു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇതാണ് ഒരു യഥാർത്ഥ, ഒരു ശരിയായ രാജ്യത്തിന്റെ, അല്ലെങ്കിൽ ഒരു രാജ്യധർമ്മത്തിന്റെ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇന്ന് രാവിലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ 5 പ്രപഞ്ച മഹാരഹസ്യങ്ങളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുള്ളത് മരണവും ജനനവും മരണവുമായ രഹസ്യങ്ങളെ പറ്റിയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ രാജ്യരഹസ്യം, അല്ലെങ്കിൽ അങ്ങനെ സാമ്പത്തിക രഹസ്യം, ഇങ്ങനെ കുറച്ച് രഹസ്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ. നമ്മുടെ ഒരു രാജ്യം സ്വതന്ത്രമാകുന്നു എന്ന് പറയുമ്പോൾ ആ വെറുതെ ഒരു വാക്കല്ല അതിനകത്തിരിക്കുന്നത്. ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ചിന്തിക്കാനും ഭയക്കാതെ ജീവിക്കാനും തീരുമാനമെടുക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യമാണ് അവിടെ കിട്ടുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിനുമായിട്ട് വളരെ കണക്ട് ചെയ്ത് പോകുന്നു. ഇതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പൊ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് നമ്മൾ സ്വാതന്ത്ര്യമാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ്. എനിക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്, വാക്കുകളിൽ ഏത് രീതിയിൽ വേണം പറയാൻ പറ്റുന്നത്, എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വീട്ടിൽ ഇരിക്കാൻ പറ്റും, നിങ്ങളിപ്പോ ഇരുന്ന് തന്നെ കേൾക്കാൻ പറ്റുന്നത് വീട്ടിൽ നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ്.
അത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത ആണ്. എല്ലാ രാജ്യത്തും അതിനനുസരിച്ച് വ്യത്യാസപ്പെടും. അപ്പൊ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 70-76 വർഷം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒരു ദിവസം കൊണ്ടാണോ ഇത് സംഭവിച്ചത്? ഒരിക്കലും അല്ലല്ലേ. ഒരുപാട് ദിവസത്തെ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ, ഒരുപാട് പോരാട്ടങ്ങളിലൂടെ, ഒരുപാട് ആഴത്തിലുള്ള ആശയങ്ങളിലൂടെ, ഒരുപാട് ആൾക്കാരുടെ ചിന്തകളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, അവരുടെയൊക്കെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമാണ് സാധ്യമായിട്ടുള്ളത്. അതേപോലെ നമ്മുടെ ജീവിതത്തെയും അനുഭവിച്ചു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തുകൊണ്ടാണ് സന്തോഷമില്ലാത്തത്, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യമില്ലാത്തത്? അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തേണ്ടി വരും. എന്ന് വെച്ചാൽ ആരോടാ? നമ്മളോട് തന്നെ. നമ്മളെ പരിവർത്തനപ്പെടുത്തുന്ന, നമ്മളെ ഉയർത്തുന്ന, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. പോരാട്ടങ്ങൾ എന്ന് തന്നെ അത് പറയേണ്ടി വരും, അല്ലെ? എത്രയോ ആൾക്കാർ, ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കണം, എത്രയോ ദിവസം കൃത്യമായി പാലിച്ച് സമയബന്ധിതമായി ബാക്കി എല്ലാ കാര്യങ്ങളെയൊക്കെ ത്യജിച്ചു കൊണ്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. ആ വന്നിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിപ്പോ ഇത് പറയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെ പറയാൻ സാധിക്കും. നിങ്ങളത് ത്യജിച്ചത് കൊണ്ടാണ്. അപ്പൊ ഇതേ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും. നമ്മൾ ഇപ്പോ പലരുടെ ജീവിതത്തിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. പലരും വീട്ടിലേക്ക് ഒരു കൂട്ടിലിട്ട തത്തയെ പോലെയാണ് ജീവിക്കുന്നത്. എന്താണ്? നല്ല സൗകര്യങ്ങളുണ്ട്, നല്ല ലക്ഷറി വീടുകളുണ്ട്, ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ എന്തില്ല? സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ സന്തോഷമില്ല. കാരണം പുറത്തിറങ്ങണമെങ്കിൽ ഭർത്താവിന്റെ പെർമിഷൻ വേണം, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഭാര്യയുടെ പെർമിഷൻ മേടിക്കണം, ഇല്ലെങ്കിൽ മക്കളോട് പെർമിഷൻ മേടിക്കണം. ഇതൊക്കെയല്ലേ അനുഭവിക്കുന്നത്. ഈ അനുഭവം ഉണ്ടാകുമ്പോൾ എന്തുണ്ടായിട്ട് എന്ത് കാര്യമുള്ളത്? അനുഭവിക്കാൻ പറ്റുമോ? അത് അവരെ മാനസികമായി വളരെയധികം തളർത്തുന്ന ഒരു ഘടകമാണ്. അത്തരം തളർത്തലുകളില്ലാതെ നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥ നമ്മളായി പോകുന്നത്. ഞാൻ പലപ്പോഴും പറയാൻ, ഒരു നദിക്ക് അതിന്റെ ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ അവിടെ കെട്ടി നിൽക്കുന്ന ഒരു ജലാശയമായി അത് മാറുകയും, ആ ജലാശയത്തിൽ പിന്നെന്തായിരിക്കും? ശുദ്ധജലത്തിന്റെ അളവ് വളരെ കുറയുകയും ചെയ്യുന്നു, അല്ലെ? ജലാശയങ്ങളിൽ കെട്ടി നിൽക്കുമ്പോൾ ശുദ്ധജലത്തിന്റെ അളവ് കുറയുന്നത് പോലെ അവിടെ മാലിന്യങ്ങളുടെ കൂമ്പാരമായി മാറുമ്പോന്നുണ്ടെങ്കിൽ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയാണെങ്കിലോ ഇത് രണ്ടും ഉണ്ടാവില്ല. മാലിന്യങ്ങളുടെ കൂമ്പാരം അവിടെ ഉണ്ടാവുന്നില്ല എന്നപോലെ. അപ്പൊ അതിനെയൊക്കെ അങ്ങനെ ഉണ്ടാവുന്ന തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് ഒഴുകുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ പുതിയ തീരങ്ങൾ തേടുമ്പോൾ മാത്രമാണ് ആ നദി ശുദ്ധമായി മാറുന്നത് എന്നറിയുക. അങ്ങനെ ശുദ്ധമായി മാറണമെങ്കിൽ പുതിയ തീരങ്ങൾ പെടുകയും മുന്നോട്ട് ഒഴുകുകയും ചെയ്യുന്നതും ഉണ്ടെങ്കിൽ, അതേപോലെയല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പിന്നോട്ട് ഭരിക്കുന്ന നമ്മുടെ ഭയങ്ങളെയും, അല്ലെങ്കിൽ നമ്മുടെ അപകർഷതാബോധത്തെയും കുറ്റബോധത്തെയും പഴയകാല സങ്കടങ്ങളെയും ഒക്കെ നമുക്ക് ഒഴുക്കിക്കളഞ്ഞുകൊണ്ട് അടുത്ത തീരം അതൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് നമ്മൾ ചലിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ സാമൂഹികമായ അന്തരീക്ഷങ്ങളെയൊക്കെ മാറ്റി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ പരിമിതികളെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ യഥാർത്ഥ വിജയം നേടുന്നത് എന്നുള്ളത്. അപ്പൊ അവിടെ ഏറ്റവും പ്രധാനമായ ഒരു വിഷയം എന്ന് പറയുന്നത്, ആ സ്വാതന്ത്ര്യത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മളെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മളെ കണ്ടെത്താത്തിടത്തോളം കാലം നമുക്ക് ഈ പറഞ്ഞത് ഒന്നും സാധ്യമാവില്ല. നമ്മൾ ആർക്കോ വേണ്ടി ജീവിച്ച് ആർക്കോ വേണ്ടി മരിക്കുക എന്നതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മളെ കണ്ടെത്താനും നമ്മൾക്ക് നമ്മളായി ജീവിക്കാനും സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ സംതൃപ്തരാവുന്നത്. അത് തന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യവും എന്നറിയുക. അപ്പോൾ ഈ വളരെ ശ്രദ്ധയോടെ നമ്മൾ പറക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ തിരഞ്ഞെടുക്കാനും, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാനും, നമ്മളുടെ അവനവനായി ജീവിക്കാനും, അല്ലെങ്കിൽ അവനവനെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കാനും, ചെറിയ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും, അതിൽ നിന്ന് നമുക്ക് നമ്മളെ തിരുത്തി മുന്നോട്ട് പോകാനും, പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കടക്കാനും നമുക്ക് സാധിച്ചാൽ മാത്രമാണ് നമ്മൾ സ്വതന്ത്രത എന്ന് പറയുന്നത് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ മാത്രമാണ്.
അപ്പോൾ നമ്മുടെ ജീവിതത്തിന് നിയന്ത്രണം മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാതെ, അതായത് നമ്മുടെ ഇമോഷനുകളെ മറ്റൊരാൾക്കും കൊടുക്കാതെ നമ്മളുടെ സന്തോഷവും ദുഃഖവും ഒക്കെ നമ്മൾ തന്നെ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? വീട്ടിൽ ഞാനതൊന്നും പറഞ്ഞിപ്പോ സമയം പോകുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നിങ്ങളുടെ സന്തോഷം പോകുന്നത്. ഒക്കെ എല്ലാം എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാവുന്നു എന്നുള്ളതാണ്. അതിലേക്കൊന്നും ഞാനിപ്പോ പരാമർശിക്കുന്നില്ല. അപ്പൊ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷം, സമാധാനം, സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കുന്നത് എന്ന് തിരിച്ചറി. നമ്മളെല്ലാവരും സമാധാനം, സന്തോഷത്തിനും വേണ്ടി ചെയ്യുന്നത് എന്റെ മകൻ ശരിയായി കഴിഞ്ഞാൽ ഞാൻ ശരിയായി, എന്റെ ഭർത്താവ് ശരിയായി ഞാൻ ശരിയായി, എനിക്ക് സാമ്പത്തിക ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നന്നായി, അതോടുകൂടി സന്തോഷമാണ്. അങ്ങനെയൊന്നും നടക്കില്ല. അതൊന്നുമല്ല യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ, അതിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക എന്ന് പറയും. അപ്പൊ ഓരോ നിമിഷവും നമ്മൾ തന്നെ നമ്മളെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് നമ്മൾ കടത്തിവെക്കണം. ഞാൻ മനസ്സൊരു വിസ്മയത്തിൽ ജേർണി ടു ഹാപ്പിനെസിനെ വളരെ കൃത്യമായി ഇത് തന്നെയാണ് പഠിപ്പിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്പൊ അത്തരം കോഴ്സുകൾ വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇതിൽ ബന്ധപ്പെട്ട ഞാൻ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് തന്നെ കോഴ്സുകൾ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ലിങ്കുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഓൺ ദ സ്പോട്ട് തന്നെ കോഴ്സുകൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ടോടുകൂടി വാങ്ങിക്കാൻ, ഇത് എനേബിൾ ചെയ്യാൻ പറ്റും, വാങ്ങിക്കാൻ എൻറോൾ ചെയ്യാൻ പറ്റും, അത് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ കഴിവുകൾ കണ്ടെത്തുക, അതിനു വേണ്ടി പ്രയത്നിക്കുക എന്നതാണ്. അപ്പൊ നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ധൈര്യം നമ്മൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ആർജവം നമ്മൾ ഉണ്ടാക്കുക. ഇത് തന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ പ്രധാനമായിട്ട് കരുതുന്നത്. ഓരോ വ്യക്തിക്കും അവനവനായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രത്യേകത അതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അവനവന്റെ സ്വപ്നങ്ങളെ സയന്റിഫിക് ടെമ്പറും അതിന്റെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിൽ ഒന്നുകൊണ്ട് അതിനെ കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അവനവന് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കാനാണ് ഇത്തരം ഭരണഘടനകളും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നിങ്ങൾ സ്വതന്ത്രനാണെങ്കിൽ, അതുകൊണ്ട് മാനസികവും ശാരീരികവുമായി നിങ്ങൾ സ്വതന്ത്രനാണെങ്കിൽ നിങ്ങൾ വിജയിച്ചവനാകുന്നു എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേത് മാത്രം, അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ടല്ലോ, ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന് ശില്പിയും നിർമ്മാതാവുമാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രം സൃഷ്ടിയാണ് എന്നും ഈ സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയവും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിനു വേണ്ടി നമ്മൾ എപ്പോഴും ഹാപ്പിയായി ഇരിക്കുക എന്ന് മാത്രം ഓർമ്മിച്ച്. യെസ്, ദാറ്റ്സ് വെരി ഗുഡ് ശീല മുകുന്ദൻ. മാസ്റ്റർ ഇൻ യുവർ മൈൻഡ്, മാസ്റ്റർ മൈ ലൈഫ് എന്നുള്ള ആപ്തവാക്യം ഉൾപ്പെട്ടുകൊണ്ട് നമുക്ക് ഉത്തര ദിവസങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കോഴിക്കോട് വെച്ച് കാണുന്നു. കാണാത്തവർ ഇടയ്ക്ക് വെച്ച് യൂട്യൂബൊക്കെ നോക്കുക. ചൊവ്വാഴ്ച മുതൽ വീണ്ടും ക്ലാസ് തുടങ്ങാൻ, തിങ്കളാഴ്ച യാത്രയായിരിക്കും എന്ന് പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. നന്ദി എല്ലാവർക്കും. ആർക്കും സംസാരിക്കാനുണ്ടെങ്കിൽ 5 minutes തരാം കേട്ടോ. സംസാരിച്ചോളൂ. സംസാരിക്കാനുള്ളവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പറയാണ്ട് പറയാം. ഉണ്ടെങ്കിൽ മാത്രം. ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോ. എനിക്ക് കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടി. 15,000 രൂപ കിട്ടി ഗിഫ്റ്റായിട്ട്. പിന്നെ സാരി, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കിട്ടി. ഹാപ്പി. ഓണം ഗിഫ്റ്റ് ഒക്കെ ഇപ്പോഴേ കിട്ടി തുടങ്ങി. ഞാൻ ഇന്നലെ വന്നു. താങ്ക് യു സർ. താങ്ക് യു യൂണിവേഴ്സ്. ശരി, അപ്പൊ മറ്റൊന്നും പറയാനില്ലെങ്കിൽ സരസ്വതി ചിരിക്കുന്നില്ല. ചിരിക്കുന്നുണ്ട്, പക്ഷെ ഈ എന്റെ അറ്റ്മോസ്ഫിയർ ശരിയല്ല. സാറ് ചിരിക്കുന്നുണ്ട്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടാണ്, അതിന്റെ ഇടയിൽ ചിരിയൊന്നും കൃത്യമായി വരുന്നില്ല. ഇവിടുത്തെ സിറ്റുവേഷൻ തിരിച്ചവിടെ എത്തണം നന്നായിട്ട് ചിരിക്കണമെങ്കിൽ. അതെന്താ അറിയോ, ഇവിടുത്തെ എല്ലാം ഇവിടെ സ്റ്റുഡിയോകളൊന്നും സെറ്റപ്പ് അല്ലല്ലോ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എല്ലാ സാധനങ്ങളൊക്കെ, ഇപ്പൊ ഞാൻ ഹെഡ്ഫോൺ ബ്ലൂടൂത്ത് വെച്ചാൽ സംസാരിക്കണേ. അപ്പൊ അതിൻ്റെതായ കുറച്ച്
സംഭവങ്ങളുണ്ട്. അടുത്ത പ്രാവശ്യം ആകുമ്പോഴും സെറ്റ് ചെയ്യും. ഇവിടെ ഒരു സ്റ്റുഡിയോ സെറ്റ് ആക്കാൻ എല്ലാ കാര്യം റെഡിയാക്കിയിട്ടുണ്ട്. അടുത്ത വരവിനാകുമ്പോഴേക്കും നാട്ടിലെ സിറ്റുവേഷൻ ഇങ്ങനെ തന്നെയാണ്, എനിക്കറിയാം. നമ്മളെവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഒരു സ്ഥലത്ത് എത്തൂല. അതുകൊണ്ട് ഇന്നലെ അത് ശ്രദ്ധിച്ചല്ലേ, ചിരി ഞാനിപ്പോ ആലോചിച്ചതാണ്. ക്യാമറയുടെ മുമ്പിൽ എത്തുന്ന ചിരി കുറവാണെന്നുള്ളത്. ചിരിയൊക്കെ ഉണ്ട് കേട്ടോ, ക്യാമറയുടെ മുമ്പിൽ കുറവാന്നേ ഉള്ളൂ. ഓക്കെ, ശരി. ഇന്നലെ ഇന്നലെ അല്ലേ? ഇന്നലെ വലിയ എന്താ പറയുക, ഊഞ്ഞാലാടാൻ പോയി. വലിയ ഊഞ്ഞാലില് പോകാൻ നല്ല രസമുണ്ട്. വീഡിയോ റീൽസ് ആയിട്ട് ഇടാം. നല്ല രസമുണ്ട്. ഭയങ്കര വലിയ ഇതിന്റെ മുകളിൽ പോയി താഴെട്ട് ഊഞ്ഞാൽ അവിടെ ഭയങ്കര രസമാണ്. അങ്ങനെ പോയി കുറെ നേരം കടൽ തീരത്ത് പോയിരുന്നു. നല്ല രസമാണ്. ഓക്കെ, ശരി. അപ്പൊ ഇന്ന് കൂടുതൽ അമ്പി ഒരു പാട്ട് പാടുന്നില്ലെന്ന് കുറെ കാലം അമ്പി ഒരു പാട്ട് കേട്ടിരുന്നു പറയേണ്ട ആൾക്കാർ. പാട്ട് പാടുന്നോ? ഹലോ. ആ, പാട്ട് നല്ല സാഹചര്യം ഉണ്ടെങ്കിൽ പാടിക്കോ. ഇരിക്കട്ടെ, കുറെ ആയിരുന്നില്ല പാട്ടൊക്കെ കേട്ടിട്ട്. എല്ലാരും ബാക്കിയെല്ലാം മ്യൂട്ട് ചെയ്യും. മ്യൂട്ട് ചെയ്താരും. സൗണ്ട് ക്ലിയർ ഉണ്ടോ? കുഴപ്പമില്ല. ഞാൻ പാട്ട് പാടിക്കുന്നതിന്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊന്നും കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളെ ഇപ്പൊ ഇങ്ങനെ വെറുതെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോകുമ്പോഴാണ് ഞാൻ കണ്ടത്. അത് ശരി, അറിയും. അത് ശരി. ഞാൻ നേരത്തെ പഠിക്കുമ്പോ എന്നോട് പറഞ്ഞു പിന്നെ പഠിക്കാൻ. ഞാൻ ഇന്ന് ചിലപ്പം പാട്ട് പാടിപ്പിക്കുന്നു. ശരി, ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ വന്നതും കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് എൻഡ് അടിക്കാൻ പോകുമ്പോൾ നിങ്ങൾ കണ്ടത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ പഠിച്ചു. वैष्णव जन तो तेने कहिए जे, पीड़ पराई जाने रे। वैष्णव जन तो तेने कहिए जे, पीड़ पराई जाने रे। हर दुखो उपकार करे थोए, हर दुखी उपकार करे थोए, मन अभिमान नाने रे। वैष्णव जन तो तेने कहिए जे, पीड़ पराई जाने रे। सकल लोकमान सगुने बनते, निंदा न करे केने रे। सकल लोकमान सगुने बनते, निंदा न करे केने रे। वांच कांच मन निश्चल राखे, धन धन जननी तेनी रे। वैष्णव जन तो तेने कहिए जे, पीड़ पराई जाने रे। താങ്ക് യു. ഗ്രേറ്റ്. ഒന്നുകൂടി വേണം. ഇത് ഹിന്ദി ആയതുകൊണ്ട് ആർക്കും അത്ര ഫീൽ ആയി. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഒരു മലയാളം കൂടി ഇരിക്കട്ടെ എന്തായാലും. ബാക്കി എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ എല്ലാവരും. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തോ. അൺമ്യൂട്ട് ചെയ്തോ. ബാക്കി എല്ലാവരും. തിരുവാരന്മുള കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ, എന്നെ മറക്കുന്ന ദുഃഖം മറക്കുന്നു, എല്ലാം മറക്കുന്നു ഞാൻ, ഇന്നെല്ലാം മറക്കുന്നു ഞാൻ. തിരുവാരന്മുള കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ,
അഴലിൽ പെടുന്നോർക്കും കരകേറാൻ അവിടുത്തെ മിഴിയിലെ കാരുണ്യം മതിയല്ലോ. അഴലിൽ പെടുന്നോർക്കും കരകേറാൻ അവിടുത്തെ മിഴിയിലെ കാരുണ്യം മതിയല്ലോ. എരിയുന്ന തീരം കുളിരേകാനായി നറു ചിരിയൊന്നു മാത്രം മതിയല്ലോ. തിരുവാരൻ മുള കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ ആറന്മുളയിലെ മതിലകം ഗോപുരം ആയിട്ടെന്നകരാരിൽ തെളിയേണം. ആറന്മുളയിലെ മതിലകം ഗോപുരം ആയിട്ടെന്നകരാരിൽ തെളിയേണം. തിരുവാരന്മുള കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ എന്നെ മറക്കുന്നൻ ദുഃഖം മറക്കുന്നു എല്ലാം മറക്കുന്നു ഞാൻ. ഇന്നെല്ലാം മറക്കുന്നു ഞാൻ. താങ്ക് യു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സോ നൈസ്. നന്നായി പാടി അമ്പി ചേച്ചി. ഞാനിങ്ങനെ ആലോചിച്ചാണ് പാടാൻ തുടങ്ങുമ്പോൾ കണ്ണനെ പറ്റി തന്നെ ആയിക്കോട്ടെ എന്ന് വളരെ വിചാരിച്ചത്. നന്നായിട്ടുണ്ട്. താങ്ക് യു അമ്പിയമ്മ. ഉള്ളില് കേറും. അതെ, നല്ല ഫീലോട് കൂടി പാടി. ഇന്ന് ജന്മാഷ്ടമി കർണാടകത്തിലൊക്കെ ഇന്ന് ജന്മാഷ്ടമിയാണ്. ആണോ? ആ, ഇന്ന് ജന്മാഷ്ടമി? കേരളത്തിലൊഴിച്ച് എല്ലായിടത്തും ഇന്ന് ജന്മാഷ്ടമി തുടങ്ങി, ഇന്ന് നാളെയുമായിട്ട്. തുടങ്ങിയാണ്. ഓക്കേ. 4 വരി പാടട്ടെ എഴുതിയത്? പാടിക്കോ പാടിക്കോ പാടിക്കോ. ഞാൻ എഴുതിയത് പാടിക്കോ പാടിക്കോ. കാണുന്നതെല്ലാം നിൻ ദിവ്യരൂപം, കേൾക്കുന്നതെല്ലാം നിൻ വേണുഗാനം. കാണുന്നതെല്ലാം നിൻ ദിവ്യരൂപം, കേൾക്കുന്നതെല്ലാം നിൻ വേണുഗാനം. കണ്ണാനിയാടിയ ലീലകളോരോന്നും എൻ മനതാരിൽ നിറഞ്ഞു നിൽപ്പൂ. കണ്ണാനിയാടിയ ലീലകളോരോന്നും എൻ മനതാരിൽ നിറഞ്ഞു നിൽപ്പൂ. കാണുന്നതെല്ലാം നിൻ ദിവ്യരൂപം, കേൾക്കുന്നതെല്ലാം നിൻ വേണുഗാനം. കൂട്ടം തെറ്റിയ ഗോക്കളം ഞങ്ങളെ നിന്നടുത്തെത്തിക്കാൻ വേണൂതു. കൂട്ടം തെറ്റിയ ഗോക്കളം ഞങ്ങളെ നിന്നടുത്തെത്തിക്കാൻ വേണൂതു. ആ വേണുഗാനം കേൾക്കുവാനായിട്ടു കാതോർത്തു കാതോർത്തു ഞാനിരുന്നു. കാണുന്നതെല്ലാം നിൻ ദിവ്യരൂപം, കേൾക്കുന്നതെല്ലാം നിൻ വേണുഗാനം. കണ്ണീർ കയങ്ങളിൽ പെട്ടുഴലുമ്പോൾ ഒരു കൈ താങ്ങാൻ കൂടെയുണ്ടാവില്ലേ കണ്ണാ. കണ്ണീർ കയങ്ങളിൽ പെട്ടുഴലുമ്പോൾ ഒരു കൈ താങ്ങാൻ കൂടെയുണ്ടാവില്ലേ കണ്ണാ. ജീവിത പാതയിൽ കാലിടറുമ്പോൾ ഒരു കൈ താങ്ങാൻ കൂടെയുണ്ടാവില്ലേ കണ്ണാ. കണ്ണാ, കാണുന്നതെല്ലാം നിൻ ദിവ്യരൂപം, കേൾക്കുന്നതെല്ലാം നിൻ വേണുഗാനം. കണ്ണാനിയാടിയ ലീലകളോരോന്നും എൻ മനതാരിൽ നിറഞ്ഞു നിൽപ്പൂ. എൻ മനതാരിൽ നിറഞ്ഞു നിൽപ്പൂ.
താങ്ക് യു സർ. സ്വന്തമായിട്ട് എഴുതിയ വരികളല്ലേ? സോ നൈസ്, സോ അതെ, നൈസ്. സരസ്വതി അമ്മ, വെരി ഗുഡ്. നന്നായി നല്ല വരികൾ. നല്ല അവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്, ഈ ഗോക്കളെ മയിക്കാൻ പോകുമ്പോ ഓടക്കുഴൽ ഊതിയിട്ടാണ് ഗോക്കളെ ഇങ്ങനെ മയിച്ച് നടക്കാറ്. അപ്പൊ ഞാനിവിടെ എപ്പോഴും സാധാരണ നമ്മള് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേ നല്ല ഫീലിംഗ് മെഡിറ്റേഷൻ കിട്ടുന്നത് പുല്ലാങ്കുഴൽ നാദത്തിലാണ് കൃത്യമായിട്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഓടക്കുഴൽ ഊതാൻ പഠിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട് പലപ്പോഴും. എനിക്ക് ഓടക്കുഴൽ ഊതാൻ പറഞ്ഞ കുറെ ആൾക്കാർ ഇങ്ങനെ പറ്റുമല്ലോ, മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. ലൈവായിട്ട് ഓടക്കുഴൽ ഊതി നമ്മൾ മെഡിറ്റേറ്റ് ഒരു ഗുരുജിയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, നമ്മൾ സ്വന്തമായിട്ട് ഫ്ലൂട്ട് വായിച്ച്. പക്ഷെ അത് ഭയങ്കര രസമാണ്. നിങ്ങൾ അങ്ങനെ ആലോചിക്കാം. അപ്പൊ ആ വരി വന്നപ്പോ എനിക്ക് ഭയങ്കര അത് ഇഷ്ടപ്പെട്ടു. സന്തോഷം. ഏതായാലും ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റിയ വളരെ സന്തോഷം. കീപ് ഇറ്റ് അപ്പ് മാം. കൂടുതൽ എഴുതൂ കേട്ടോ. എഴുതി നമ്മളൊക്കെ ചൊല്ലിയിട്ട് നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഇട്ടോളൂ കേട്ടോ. എല്ലാവർക്കും ചെയ്യണം, നമ്മുടെ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ഇനി ഇന്ന് സമയമില്ല, നമുക്ക് മറ്റൊരു ക്ലാസ് ഉണ്ട്. താങ്ക് യു വെരി മച്ച്. നമുക്ക് അടുത്ത ദിവസം കാണാം. സന്തോഷം. ഓക്കെ, കോഴിക്കോട്. താങ്ക് യു. അടുത്ത ദിവസം കാണാം. വെരി ഗുഡ്. താങ്ക് യു.